കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറിലായിട്ടുള്ള നമ്മുടെ ജയറാമേട്ടനുണ്ടല്ലോ, സത്യത്തിൽ ഇദ്ദേഹത്തിന് വിനയചന്ദ്രൻ എന്നാണ് വിളിക്കേണ്ടത്. കാരണം ഒരു 2 രൂപയുടെ വിനയം പ്രതീക്ഷിക്കുന്നിടത്ത് 2000 രൂപയുടെ വിനയം വാരി വിതറുന്ന ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ജന്മം എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ വരുമ്പോഴത്തേക്ക് കേരളത്തിലെ ആൾക്കാരെ സൂചിപ്പിക്കും, തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ്നാട്ടിലെ ആൾക്കാരെ സൂചിപ്പിക്കും, ആന്ധ്രയിൽ പോയാൽ ആന്ധ്രാക്കാരെ സൂചിപ്പിക്കും, ഇനി US പോകുന്നതെന്നുണ്ടെങ്കിൽ US പൊക്കി പറയും. അമ്മാതിരി ഒരു മരവാഴ എന്നല്ലാതെ എന്താണ് ഇതിനൊരു മറുപടി പറയേണ്ടത്? ജയറാമുമായി ബന്ധപ്പെട്ട് 2-3 വീഡിയോസൊക്കെ നമ്മൾ ചെയ്തെങ്കിലും നമ്മുടെ ശാന്തിവിള ദിനേശനുണ്ടല്ലോ, പുള്ളി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടോ, അത് മാസാണ്. എന്തായാലും ഒരു കിഡിലൻ ട്രോൾ വീഡിയോ ആണ്. വീഡിയോ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിരിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ഇപ്പം നമ്മുടെ ഏട്ടൻ അതങ്ങ് ഏറിന്ന് താഴോട്ട് ഇനി ഉടനെ ഒന്നും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. അതുപോലെയാണ് കീറ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോളൂ. ക്യാമറയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടൻ്റെ യഥാർത്ഥ അഭിനയം നടക്കുന്നത്. കാണുന്നവർക്ക് തോന്നും, ഷോ എന്തൊരു നിഷ്കളങ്കനായ മനുഷ്യൻ, മനസ്സിലാക്കി കളഞ്ഞല്ല. ജന്മം കൊണ്ട് ഇയാൾ പൂണൂലിട്ടവനാണ്. പക്ഷെ കാളയും കോഴിയും മീനും ഒക്കെ തിന്നുന്ന പൂണൂൽധാരിയുമാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ആണ് ജയറാം. മലയാറ്റൂർ IAS എപ്പോഴും താനൊരു പെരുമ്പാവൂരുകാരൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ മലയാറ്റൂരുകാരൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയെ അച്ഛൻ തിരുമണം നടത്തിയത് കേരളത്തിൽ, പിള്ളേരെ ഉണ്ടാക്കിയത് കേരളത്തിൽ. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ, ഇതുവരെ വളരെ ശരിയാണ്. പഠിപ്പിച്ച് വലുതാക്കി ഉത്സവ പറമ്പുകളിൽ മിമിക്രി കളിക്കാൻ പോയത് കേരളത്തിൽ, നടനായത് കേരളത്തിൽ, സംബന്ധം കഴിച്ചത് കേരളത്തിൽ. അതുകൊണ്ട് ഇപ്പം എന്താ? അല്ല ഒന്നുമില്ല. പക്ഷേ തമിഴൻ്റെ ക്യാമറ കണ്ടാൽ പറയും, മാതൃഭാഷ എൻ്റേത് തമിഴ്. ഒരു യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ടുകളയും ജയറാം എന്നാണ്. 100% നല്ല നിരീക്ഷണമാണ്. 2 രൂപയുടെ എളിമ ഇട്ടാൽ മതി ഇങ്ങനെ, പക്ഷേ 2000 രൂപയ്ക്ക് ഇട്ടുകളയും ജയറാം എന്നാണ് പറയുന്നത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞാൽ നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അമ്മ വന്ന് കുംഭകോണം, അപ്പ വന്ന് പാലക്കാട്. நீங்க மலையாளியா? எங்க அப்பா வந்து பெங்காலி, அம்மா வந்து மங்கோலி, நான் வந்து மலையாளி, இவன் எரப்பாளி, நீங்க யாரு? அந்த காலத்து பாலக்காடு தமிழ்நாடு, நான் வந்து பெரும்பாவூர். அந்த டைமிலே பாலக்காடும் തമിഴ്നാട്ടിൽ தான் ഇരുന്നത്. ജനിച്ചത് പഠിച്ചത് വളർന്നത് കൊച്ചിയിൽ. 2 ലാംഗ്വേജും ഒന്നും മാതൃത ഇദ്ദേഹത്തിന്, തമിഴും മലയാളവും ഒന്നും മാതൃത, ഒന്ന് ഫസ്റ്റ് ഒന്ന് സെക്കൻഡ്, അന്ത മാതിരി ഇല്ലേ. പക്ഷേ ഞാൻ ജനിച്ചത് വളർന്നത് പഠിച്ചത് പേരുണ്ടാക്കിയത് സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. അതിൽ നിന്നാണല്ലോ തമിഴിൽ പോയി പൊട്ട വേഷങ്ങൾ ചെയ്യുന്നത്. അയാൾ പറയുന്നത് 2 ലാംഗ്വേജും എനിക്ക് ഒന്നും മാതൃത, വീട്ടിൽ പേசுறതെല്ലാം തമിഴ്. എനിക്കറിയില്ല, പൊണ്ടാട്ടി തമിഴ്നാട്ടിൽ താമസത്തിന് പോയ ശേഷമായിരിക്കും തമിഴ് പഠിച്ചത്. ശരിതാനേ, മലയാളവും കംഫർട്ട്, തമിഴും കംഫർട്ട്, പേശുവർക്ക് സംസാരിക്കുന്നതിന് മലയാളവും തമിഴും കംഫർട്ടാണെന്ന്. റാംരാജിൻ്റെ പരസ്യം നമ്മൾ മറക്കാറായിട്ടില്ല. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. എൻ്റെ നാടിൻ്റെ താളത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാടിൻ്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. സത്യത്തിൽ തള്ളോട് തള്ളായിരുന്നു, അഭിമാനമുണ്ട്. ഇവിടെ വന്ന് ചെണ്ട കൊട്ടും, തമിഴ്നാട്ടിൽ ചെന്ന് ഓട്ടി. തമിഴൻ്റെ ക്യാമറ കണ്ടാൽ തമിഴൻ, മലയാളം ക്യാമറ കണ്ടാൽ മലയാളമുണ്ട്. ജോഷി സാർ സംവിധാനം ചെയ്ത അമ്മ നിർമ്മിച്ച 2020 സിനിമയിലെ ക്ലൈമാക്സിൽ, ആ ക്ലൈമാക്സ് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ പോസ്റ്ററിൽ 5 പേര് നിരന്ന് നടന്നു വരുന്നതാണല്ലോ പോസ്റ്റർ. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, പിന്നെ ജയറാം. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. പക്ഷേ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ അതിൽ ജയറാമില്ല അങ്ങനെ നടന്നു വരുന്നതിൽ. ഇക്കാരണം ചോദിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ജയറാം മൊഴിയുന്നത് വിഷുവിന് വീട്ടിൽ പോകണം, നീ നിന്നാൽ നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന 2-3 ഷോട്ട് എടുത്തിട്ട് വിടാം എന്ന് പറഞ്ഞു. പക്ഷേ ജോൺസി സാറിനോട് പറഞ്ഞത് പറ്റില്ല, എനിക്ക് വിഷുവിന് വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പോയി എന്നാണ് ഇദ്ദേഹം ഒരു ക്യാമറയിൽ പറഞ്ഞത്. മറ്റൊരു ക്യാമറ കാണുമ്പോൾ എനിക്കന്ന് ശബരിമലയിൽ എത്തണം. 2020 ക്ലൈമാക്സ് ആണോ ശബരിമലയാണോ മുഖ്യം? എനിക്ക് ശബരിമലയാണ് മുഖ്യം. ഞാനങ്ങ് പോയി. മറ്റേ ആ സ്വർണ്ണ വാതിലൊക്കെ മോഷിച്ചൊരു കള്ളനുണ്ടല്ലോ, അയാളാണല്ലോ കൂട്ടുകാരെ, അതുകൊണ്ട് പോയതായിരിക്കും. 3ാമതൊരു ക്യാമറ വന്നപ്പോൾ ക്ലൈമാക്സ് എടുക്കണമോ ഓണത്തിന് വീട്ടുകാരോടൊപ്പം ഉണ്ണണോ എന്ന് ചോദിച്ചു. എനിക്ക് വീട്ടുകാരോടൊപ്പം ഉണ്ടാ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോഴാണ് ഒരു തമിഴൻ ക്യാമറയായിട്ട് വന്നത്. ഇതേ ചോദ്യം തമിഴൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം, ദീപാവലിക്ക് ഫാമിലിയോടൊപ്പം കൂടണോ
5 പേര് നിരന്ന് നടന്നു വരുന്ന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ദീപാവലി താ മുഖ്യം, അതുകൊണ്ട് ഞാൻ ചെന്നൈക്ക് പോയി. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഊക്കെന്ന് പറഞ്ഞ ഇതുപോലൊരു ഊക്ക് ഇനി ഇതെങ്ങാനും മേടിക്കാനില്ലടാ. ശാന്തിവള ദിനേശൻ വേറെ ലെവല് സാധനം തന്നെ. സത്യത്തിൽ ഈ 2020 സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ പുള്ളി അഭിനയിക്കുന്ന സമയത്ത് അതിനകത്ത് ക്ലൈമാക്സ് പോർഷനിൽ ജയറാം എന്ന് പറയുന്ന സാധനത്തിനില്ല. ഈ 5 പേരും കൂടെ നടന്നു വരുന്ന സാധനത്തിനകത്ത് പുള്ളിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ തമിഴ്നാട്ടിൽ പറഞ്ഞൊരു ഇന്റർവ്യൂവും മലയാളികളോട് പറഞ്ഞൊരു ഇന്റർവ്യൂ ആണെന്ന് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ എടുത്തിട്ട് വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെയൊക്കെ കുടുകൂടാ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ചിരിയുടെ വേറിട്ടൊരു തലം കണ്ടെത്തിയിട്ടുള്ള ഒരു മഹാനടനാണ് നമ്മുടെ സലീം കുമാർ. ചിരിയിൽ നിന്നും മാറി പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ജയറാം വരുന്ന സമയത്തുള്ള ആ ഒരു വിനയവും ആ ഒരു കുനിയലും അതും സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും എടുത്തിട്ട് അങ്ങ് കീറിക്കൊണ്ട്. കാരണം ഇതുപോലെ വിനയം കാണിക്കുന്ന ഒരു വിനയപുത്രനെ ഇനി ഇന്ത്യൻ സിനിമയ്ക്ക് ഇനി കിട്ടാനില്ല എന്നുള്ളതാണ്. പുള്ളിയുടെയൊക്കെ ഹിസ്റ്ററിയും ചരിത്രമൊക്കെ കേട്ടാണ്ടല്ലോ, അതുപോലത്തെ നാകുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും വിനയചന്ദ്ര നിനക്ക് നല്ലത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയണോ തോന്നി, ഒന്ന് റിയാക്ട് ചെയ്യണോ തോന്നി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിനയചന്ദ്രന് നിങ്ങളുടെ കമന്റുകളും കൂടെ ഒന്ന് അറിയിച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും